Hello everyone, welcome to my channel. Today I am going to teach you polynomial 9th standard. Okay, നമുക്ക് polynomial ഉണ്ട്. അപ്പോൾ നമ്മൾ പോളിനോമിയലെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് പോളിനോമിയൽ എന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ പോളി എന്ന് പറയുന്നത് എന്താണ്? POLY. പോളി ഈസ് ഈക്വൽ ടു എന്താണ്? മെനി എന്നുള്ളതാണ് മീനിങ്. പോളി ഈസ് ഈക്വൽ ടു മെനി ആൻഡ് നോമിനൽ മീൻസ് എന്താണ്? നോമിനൽ ഈക്വൽ ടു ടേംസ്. ടേംസ് എന്ന് പറയും. അതിനപ്പോൾ അങ്ങനെയാണെങ്കിൽ പോളിനോമിയൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? പോളിനോമിയൽ ഇസ് ഈക്വൽ ടു മെനി ടേംസ്. എന്താണ്? മെനി ടേംസ്. ഓക്കെ, ഇനി ഈ ടേംസ് എന്ന് പറയുന്നത് എന്താണ്? ടേംസ് ഇസ് ഈക്വൽ ടു എന്താണ്? കോമ്പിനേഷൻ ഓഫ് വാട്ട്? കോമ്പിനേഷൻ ഓഫ് വേരിയബിൾസ് and coefficient. ഓക്കെ, അപ്പോൾ വേരിയബിൾ ഇപ്പം എന്താണ് ഇതിൽ പറഞ്ഞാൽ? പോളിനോമിയൽ എന്ന് പറയുക പോളി ഈസ് ഈക്വൽ ടു മെനി, നോമിനൽസ് ഈക്വൽ ടു എന്താണ്? 1 minute. Polynomials equal to many and poly is equal to many and nominals equal to terms. Polynomials equal to many terms. അപ്പോൾ ഇതിൽ ടേംസ് എന്ന് പറയുന്നത് എന്താണ്? കോമ്പിനേഷൻ ഓഫ് വേരിയബിൾസ് ആൻഡ് കോഎഫിഷ്യൻറ്റ്സ്. അപ്പോൾ നമുക്ക് വേരിയബിൾസ് എന്തായിരിക്കും വരിക? വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ്സ് അല്ലെങ്കിൽ എന്താണ്? ആൽഫബറ്റ്സ് ഓർ ലെറ്റേഴ്സ്. ആൽഫബറ്റ്സ് നമ്മൾ ലെറ്റേഴ്സോ എന്തെങ്കിലും വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ആൽഫബറ്റ്സ് ഓർ ലെറ്റേഴ്സ് എല്ലാം വെച്ചിട്ട് നമ്മൾ തന്നെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോയിഫിഷ്യൻ്റ് ഈസ് ഈക്വൽ ടു നമ്പർ വിത്ത് വേരിയബിൾ. അതായത് നമ്പർ വിത്ത് വേരിയബിൾ അല്ലേ. അപ്പോൾ അതിന് എക്സാമ്പിൾ ഇപ്പോൾ ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടേംസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കോമ്പിനേഷൻ ഓഫ് വേരിയബിൾസ് ആൻഡ് കോഎഫിഷ്യൻ്റ്. അപ്പോൾ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ആൽഫബറ്റ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് അല്ല ആൽഫബറ്റ്സ്. അപ്പോൾ നമ്മൾ അതിനെ നമ്പേഴ്സ് വിത്ത് വേരിയബിൾസ് ആണ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ എഴുതുകയാണ്? വേരിയബിൾസ് നമുക്കറിയാം ആൽഫബറ്റ്സ് ആണെന്ന്, നമ്പർ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 2x 4y ആൻഡ് 3s ഇങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 4x എന്ന് പറയുമ്പോൾ 4x എന്ന് പറയുകയാണെങ്കിൽ ഈ x എന്ന് പറയുന്നത് എന്താണ്? വേരിയബിൾ ആണ്. കാരണം എന്താണ്? ഇതിന് നമ്മൾ എന്ത് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വാല്യൂല് വ്യത്യാസം വരും. ഇപ്പോൾ x ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുമ്പോൾ ഈ 4x എന്ന് പറയുന്ന ടേമിൻ്റെ വാല്യൂ എന്തായിരിക്കും? 4 ആയിരിക്കും. 2 കൊടുക്കുമ്പോൾ 2 × 4 8 ആയിരിക്കും. അപ്പോൾ ഈ വേരിയബിൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് വേരിയബിൾ. ഈ 4 എന്ന് പറയുന്നത് എന്താണ്? കോഎഫിഷ്യൻ്റും ആണ്. അതായത് ഇതിൻ്റെ കൂടെയുള്ള നമ്പർ അല്ലേ, എന്താണ്? ഇത് കോഎഫിഷ്യൻ്റ്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു പോളിനോമിയൽ എടുത്ത് നോക്കാം. അപ്പോൾ നമ്മളൊരു പോളിനോമിയൽ എടുക്കുകയാണെങ്കിൽ 5x² + 4x + 2 എന്ന് എടുത്തു അല്ലേ. അപ്പോൾ ഇതിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിനോമിയൽ എന്ന് പറയുന്നത്. പോളിനോമിയൽ അല്ലേ. ഈ പോളിനോമിയൽ നമുക്കറിയാം ഇതെന്താണ്? ടേംസ് ആണ് അല്ലേ. ഇത് ഓരോരോ ടേംസ് ആണ്. ഇപ്പം ഇത് എന്താണ്? ഇതിൻ്റെ കൂടെ വേരിയബിൾസ് ഒന്നുമില്ല. അപ്പോൾ ഇതിനെ നമുക്ക് എന്താ പറയുക? കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാം. കോൺസ്റ്റൻ്റ്, ഇതിന് വാല്യൂല് വ്യത്യാസം വരുന്നില്ല, കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആണ്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് പവറാണ്. ഇപ്പോൾ x² എന്ന് എഴുതുകയാണെങ്കിൽ ഈ 2നെ നമ്മൾ എന്ത് പറയും? പവർ എന്ന് പറയും. പവർ ഓഫ് എക്സ് ആണ് അല്ലേ. ഈ എക്സിൻ്റെ പവറാണ് 2 എന്ന് പറയുന്നത്. വെറും എക്സ് എഴുതിയാൽ എന്താണ്? ഇവിടെ 1 ആണല്ലോ. അപ്പോൾ അതിൻ്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്. ഇനി നമുക്ക് ഒറ്റ ടേമുള്ള പോളിനോമിയൽ നമ്മൾ എന്ത് പറയും? മോണോമിയൽ എന്ന് പറയും. ഇപ്പം 3x എന്ന് എടുത്തെന്ന് വെച്ചോ. ഈ 3xൽ എന്താണ്? ഒറ്റ ടേംസേ ഉള്ളൂ, 1 ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 ടേമുള്ള പോളിനോമിയൽ നമ്മൾ എന്താ പറയുന്നത്? 1 ടേമുള്ള പോളിനോമിയൽ നമ്മൾ മോണോ എന്ന് പറയും. അത് 1 എന്നുള്ള അർത്ഥത്തിൽ മോണോമിയൽ എന്ന് പറയും അല്ലേ. ഇനി അതേപോലെ തന്നെ നമ്മൾ എന്താണ്? 4x + 2y എന്ന് എടുത്തെന്ന് വെച്ചോ. അപ്പോൾ എന്താണ്? ഇതിൽ 2 ടേം ഉണ്ട്. ഒരു ടേം, രണ്ടാമത്തെ ടേം. അപ്പോൾ ഇതിന് 2 ടേം ആകുമ്പോൾ നമുക്ക് എന്താ പറയുക? അതിനെ ബൈനോമിയൽ എന്ന് പറയാം. ബൈനോമിയൽ.
ഇനി അടുത്ത എന്താണ് 3 ടേംസ്. 3 ടേംസ് എന്ന് പറയുമ്പോൾ എന്താണ് x² പ്ലസ് 2x പ്ലസ് 7. അപ്പോൾ 1 2 3 ടേം ഉണ്ട്. അപ്പോൾ 3 ടേം ഉണ്ടെങ്കിൽ എന്താണ് ട്രൈനോമിയൽ എന്ന് പറയും. എന്താണ് ട്രൈനോമിയൽ. അപ്പോൾ മോണോമിയൽ, ബൈനോമിയൽ, എന്താണ് ട്രൈനോമിയൽ എന്ന് പറയും. അപ്പോൾ മൂന്ന് ടേമിൽ തന്നെ നമ്മൾ ട്രൈനോമിയൽ എന്ന് പറയും. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് പോളിനോമിയൽ ഇൻ 1 വേരിയബിൾ. അപ്പോൾ ഈ 3 ടേംസിൽ. അപ്പോൾ ഇനി നമുക്ക് പോളിനോമിയൽ ഇൻ 1 വേരിയബിളിന് നമ്മൾ എന്താ ഇപ്പോൾ ഒരു വേരിയബിൾ മാത്രമുള്ള പോളിനോമിയൽ എങ്ങനെയാണ്, എന്താണ് 2 വേരിയബിൾ ഉണ്ട്, 2 വേരിയബിൾ ഉണ്ട്. അപ്പോൾ നമ്മൾ പോളിനോമിയൽ ഇൻ 1 വേരിയബിൾ എന്താണെന്ന് നോക്കാം. പോളിനോമിയൽ ഇൻ 1 വേരിയബിൾ. പോളിനോമിയൽ ഇൻ 1 വേരിയബിൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ നോക്കി x² പ്ലസ് 2x പ്ലസ് 7 എടുത്തു. ഇപ്പോൾ ഇതിൽ എത്ര ടേംസ് ഉണ്ട്? 1 2 3 ഉണ്ട് അല്ല, ട്രൈനോമിയലാണ്. പക്ഷേ ഇതിൽ എത്ര വേരിയബിൾ എന്തേ ഉള്ളൂ? ഒരു വേരിയബിൾ, അതായത് എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ പറയുക, പോളിനോമിയൽ ഇൻ 1 വേരിയബിൾ എന്ന് പറയും. അപ്പോൾ ഇനി പോളിനോമിയൽ ഇൻ 2 വേരിയബിൾ എന്ന് പറയുമ്പോൾ എന്താ വരിക? പോളിനോമിയൽ ഇൻ 2 വേരിയബിൾ. അങ്ങനെയാണ് എന്താണ് പറയുക, 2 വേരിയബിൾ എന്ന് പറഞ്ഞാൽ 2 ടേംസിൽ എന്തായിരിക്കണം 2 + 7y. അപ്പോൾ ഇതിലെന്താണ് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്, വൈ എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്. അതിനെന്ത് പറയും? പോളിനോമിയൽ ഇൻ 2 വേരിയബിൾ എന്ന് പറയും. ഇനി ഒരു പോളിനോമിയൽ 3 വേരിയബിൾ ഉണ്ട്, അതിനെ നമ്മൾ പോളിനോമിയൽ ഇൻ 3 വേരിയബിൾ എന്നാണ് പറയുന്നത്. അതായത് പോളിനോമിയൽ ഇൻ 3 വേരിയബിൾ. അതങ്ങനെ എഴുതുക നമുക്ക്. ഇപ്പോൾ 3a പ്ലസ് 7b പ്ലസ് 2c. അപ്പോൾ എന്താണ് ABC. ഇങ്ങനെ 3 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിന് നമ്മൾ എന്താ പോളിനോമിയൽ ഇൻ 3 വേരിയബിൾസ് എന്ന് പറയും. ഇനി നമ്മൾ ഡിഗ്രിയാണ് നോക്കുന്നത്. ഡിഗ്രി ഓഫ് ദ പോളിനോമിയലാണ് നോക്കുന്നത്. എന്താണ് ഡിഗ്രി എന്ന് പറയുന്നത്? അതായത് ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഗ്രി എന്ന് പറയുന്നത്. ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ദ ഹയസ്റ്റ് പവർ, അത് ഹയസ്റ്റ് പവർ of the polynomial of the variable, that is variable in polynomial, variable in a polynomial. That is degree is equal to highest power of the variable in a polynomial. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണ് നമ്മൾ. x² പ്ലസ് y⁴. അപ്പോൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പവേഴ്സ് എന്തൊക്കെയാണ്? 2ഉം 4ഉം ആണ് വരുന്നത്. അപ്പോൾ ഏതാണ് ഹയസ്റ്റ് ഡിഗ്രി? ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്? എന്താണ് ഡിഗ്രി ഈസ് ഈക്വൽ ടു 4 ആണ്. ഇനി വേറൊന്ന് എടുക്കുകയാണെങ്കിൽ x+1. x+1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് വേരിയബിൾസിൻ്റെ ഹയസ്റ്റ് പവർ അല്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 1 ഉള്ളൂ, വേറെ വേരിയബിൾ. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്ത് വരും? ഡിഗ്രി ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് പോളിനോമിയൽ എന്തൊക്കെയുണ്ട്? നമുക്ക് ക്വാഡ്രാറ്റിക്. അപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈക്വൽ ടു എന്താണ്? ദാറ്റ് ഈസ് ഇപ്പോൾ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 ആണെങ്കിൽ, അതായത് ഹയസ്റ്റ് പവർ എന്തായിരിക്കും? ഹയസ്റ്റ് പവർ ഈക്വൽ ടു പവർ ഈസ് 2 ആണ്. അതിനെ നമ്മൾ എന്ത് പറയും? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയും. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് x² പ്ലസ് 2y എന്ന് പറഞ്ഞു. അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രി ഈസ് ഈക്വൽ ടു ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? പവർ ഈസ് ഈക്വൽ ടു എന്താണ്? പവർ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2, അതായത് ഡിഗ്രി ഈസ് ഈക്വൽ ടു 2. അപ്പോൾ അങ്ങനത്തെ ഡിഗ്രി 2 ആയിട്ടുള്ള, അതായത് ഹയസ്റ്റ് പവർ 2 ആയിട്ടുള്ള പോളിനോമിയലിനെ നമ്മൾ എന്ത് പറയും? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയും. ഇനി അടുത്തതാണ് എന്ത്? ക്യൂബിക് പോളിനോമിയൽ, അതായത് ക്യൂബിക് പോളിനോമിയൽ. ക്യൂബിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 3 ആയിരിക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ്? 4a³ പ്ലസ് 7b പ്ലസ് c. ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 3 ആണ് അല്ലേ. ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3 ഹയസ്റ്റ് പവർ ആയിട്ടുള്ള പോളിനോമിയൽ നമ്മൾ എന്ത് പറയും? ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയും. എന്താണ്? ഹയസ്റ്റ് പവർ എന്തായിരിക്കും? പവർ 3 ആണെങ്കിൽ പവർ 3 ഈസ് കോൾഡ് എന്താണ്? 3 ഈസ് കോൾഡ് ക്യൂബിക് പോളിനോമിയൽ. ഓക്കെ.
ഇനി അടുത്തതാണ് എന്തെന്ന് കോൺസ്റ്റൻറ്റ് ക്യൂബിക് കഴിഞ്ഞു, ക്വാഡ്രാറ്റിക് കഴിഞ്ഞു. ഇനി അടുത്താണ് കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എന്ന് പറയുന്നത്. എന്തായിരിക്കും കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ, അതായത് അതിൻ്റെ പവർ ഡിഗ്രി എന്ന് പറയുന്നത് 0 ആയിരിക്കും പോളിനോമിയൽ. അതായത് ഡിഗ്രി ഈക്വൽ ടു ഹയസ്റ്റ് പവർ എന്ന് പറയുന്നതാണ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് x⁻⁴, അതായത് എക്സ്പൊണൻ്റ് 0 ആണെങ്കിൽ അത് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ എന്താണ്, ഡിഗ്രി ഈസ് 0 ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, ഡിഗ്രി ഈസ് 0 ഈസ് കോൾഡ് എന്താണ്, കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എന്ന് പറയും. ഈസ് കോൾഡ് കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ. അതായത് x0 എന്ന് പറഞ്ഞാൽ എന്താണ്, ഹയസ്റ്റ് ഡിഗ്രി 0 ആണ്, 0 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ x⁻⁴ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ് കിട്ടുന്നത് നമുക്ക്. അപ്പോൾ അങ്ങനത്തെ പോളിനോമിയൽ നമ്മൾ എന്താ പറയുക, കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എന്ന് പറയും. ഇനി അടുത്തതാണ് വാല്യൂ ഓഫ് എ പോളിനോമിയൽ. എന്താണ് വാല്യൂ ഓഫ് എ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ, വാല്യൂ ഓഫ് എ പോളിനോമിയൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഒരു എക്സാമ്പിൾ തരികയാണ്, ഫൈൻഡ് ദ വാല്യൂ of polynomial എന്താണ്, പോളിനോമിയൽ p of x is equal to x² plus 2x plus 6 at x is equal to 2. അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ വാല്യൂ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, p of 2 is equal to എന്താണ്, 2² plus 2 into 2 plus 6 which is equal to 4 plus 4 plus 6 that is equal to 14 കിട്ടി അല്ലേ. അപ്പോൾ ഈ പോളിനോമിയലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ എക്സിന് 2 കൊടുക്കുമ്പോൾ p of x എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 14 കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ഒരു പോളിനോമിയലിൻ്റെ വാല്യൂസ് കാണുന്നത്. ഇനി 0 ഓഫ് എ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ ഇമ്പോർട്ടൻസ് ആണ്, നോക്ക് ശരിക്കും മനസ്സിലാക്കി വെക്കുക. അപ്പം 0 ഓഫ് എ പോളിനോമിയൽ എന്ന് പറയുമ്പോൾ എന്തെടുക്കുക നമുക്ക്, 0 ഓഫ് എ പോളിനോമിയൽ. അപ്പോൾ ഒരു പോളിനോമിയൽ 0 ഓഫ് എ പോളിനോമിയൽ ഓഫ് px എന്ന് പറയുന്ന ഒരു പോളിനോമിയലിൻ്റെ 0 ഓഫ് എ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ നമ്മൾ നമ്പർ a സച്ച് ദാറ്റ് p ഓഫ് a ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം, 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ആ നമ്പർ അത് a എന്ന് പറയുന്നത് അതിൻ്റെ പോളിനോമിയലിൻ്റെ 0 ഓഫ് ദ പോളിനോമിയൽ ആണെന്ന് പറയാം. അപ്പോൾ അതായത് 0 ഓഫ് എ പോളിനോമിയൽ p of x is a number. ഇങ്ങനെയാണ് നമ്പർ, ഇതിൻ്റെ 0 ഓഫ് എ പോളിനോമിയൽ എന്ന് പറയുന്ന നമ്പർ a ആണ്. എപ്പോഴും സച്ച് ദാറ്റ്, അങ്ങനെയാണെങ്കിൽ എന്താണ്, സച്ച് ദാറ്റ് p ഓഫ് a ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പം നമുക്ക് ചെക്ക് ചെയ്യാണ് ഒരു പോളിനോമിയൽ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ്, ചെക്ക് if x is equal to 2 is a 0 എന്താണ്, 0 of the given polynomial x² minus 2x. അതായത് x എന്ന് പറയുന്നത് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഈ പോളിനോമിയലിൻ്റെ 0 ഓഫ് ദ പോളിനോമിയൽ ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന പോളിനോമിയൽ എന്താണ്, p of x is equal to x² minus 2x സോറി x² minus 2x ആണ്. അപ്പം നമ്മൾ p ഓഫ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന p ഓഫ് 2, അത് 2 കൊടുത്തു കഴിഞ്ഞാൽ അത് 0 കിട്ടുന്നുണ്ടോ എന്ന് നോക്കേണ്ടത്. 2², ഇപ്പോൾ എക്സിന് 2 കൊടുക്കുമ്പോൾ 2² minus 2 into 2 that is equal to 4 minus 4 that is equal to 0. അപ്പോൾ എന്താണ്, ഈ 2 എന്ന് പറയുന്നത് എന്താണ്, ആ പോളിനോമിയലിൻ്റെ 0 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thanks for watching my video. Bye.